നമസ്കാരം. മദ്യനയ അഴിമതി കേസിൽ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനേറ്റ രണ്ടാമത്തെ പ്രഹരമായിരുന്നു. ദില്ലി ഹൈക്കോടതി വിധിക്കെതിരായ ഹർജി അടിയന്തരമായി കേൾക്കാൻ സാധിക്കില്ല എന്നുള്ള സുപ്രീം കോടതിയുടെ നിരീക്ഷണം. ദില്ലി മദ്യനയ കേസിലെ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന ഹർജി കഴിഞ്ഞ ദിവസം ദില്ലി ഹൈക്കോടതി തള്ളിയതിന് തൊട്ടു പിന്നാലെയാണ് അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും സുപ്രീം കോടതിയെ സമീപിച്ചത്. മുതിർന്ന അഭിഭാഷകനായ അഭിഷേക് സിംഗ്വിയാണ് ഈ അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായത്. എന്നാൽ ഹർജി അടിയന്തരമായി കേൾക്കണമെന്നുള്ള ഒരു ആവശ്യം അത് സുപ്രീം കോടതി അംഗീകരിച്ചിരുന്നില്ല. വ്യാഴാഴ്ച ഈദുൽ ഫിത്തറും മാത്രമല്ല വെള്ളിയാഴ്ച പ്രാദേശിക അവധിയുമായതിനാൽ ഇനി തിങ്കളാഴ്ച മാത്രമേ സുപ്രീം കോടതി പ്രവർത്തിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അരവിന്ദ് കെജ്രിവാളിന്റെ ഈ ഹർജിയും തിങ്കളാഴ്ച മാത്രമേ കോടതി പരിഗണിക്കുകയുള്ളൂ. തിങ്കളാഴ്ചത്തെ കോടതി വിധി അരവിന്ദ് കെജ്രിവാളിന് എതിരാണെങ്കിൽ തലസ്ഥാനത്ത് ഇപ്പോൾ ഭരണ പ്രതിസന്ധി ഉണ്ട് എന്ന BJPയുടെ വാദത്തിന് അത് കൂടുതൽ കരുത്തേകും. ദില്ലി മന്ത്രിസഭയിലെ തൊഴിൽ മന്ത്രിയായിരുന്ന രാജ്കുമാർ ആനന്ദിന്റെ രാജിയോടെ ദില്ലി ഭരണം അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിൽ തന്നെയാണ്. രാജ്കുമാർ ആനന്ദിന്റെ രാജിക്ക് പിന്നാലെ കൂടുതൽ നേതാക്കൾ രാജിയിലേക്ക് കടക്കുമോ എന്നുള്ള ആശങ്ക ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിനുമുണ്ട്. ഈ സാഹചര്യം മുൻനിർത്തിക്കൊണ്ടാണ് ദില്ലിയിൽ രാഷ്ട്രപതി ഭരണം വേണം എന്നുള്ള ആവശ്യം ശക്തമാക്കാൻ BJP ഒരുങ്ങുന്നത്. ഇതിനുവേണ്ടി മുൻപും ഈ പ്രതിഷേധങ്ങളും അല്ലെങ്കിൽ വലിയ പ്രകടനങ്ങളും ഒക്കെ BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തിരുന്നു. എന്തായാലും ലഫ്റ്റനന്റ് ഗവർണറുടെ തീരുമാനം ഈ കാര്യത്തിൽ വളരെ നിർണായകമാണ്. സംസ്ഥാനത്ത് ഭരണ പ്രതിസന്ധി ഉണ്ട് എന്ന് ലഫ്റ്റനന്റ് ഗവർണർ റിപ്പോർട്ട് നൽകിയാൽ ദില്ലിയിൽ കേന്ദ്രം രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നിലവിൽ എന്തായാലും ആം ആദ്മി പാർട്ടി വലിയ പ്രതിസന്ധിയിലാണ്. മന്ത്രിമാർ ഓരോരുത്തരായി പടിയിറങ്ങിക്കൊണ്ടിരിക്കുന്നു. അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യത്തിൽ ഒരു തീരുമാനവുമായിട്ടില്ല. അതിനി തിങ്കളാഴ്ച മാത്രമേ കോടതി പരിഗണിക്കുകയുള്ളൂ. എങ്കിൽ പോലും ഒരു ആശ്വാസ വിധി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിന് പോലുമില്ല. ഇതിനിടയിൽ BJP തലസ്ഥാനത്ത് ഭരണപ്രതിസന്ധി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രതിഷേധങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. അവിടെ രാഷ്ട്രപതി ഭരണം തന്നെ വേണമെന്ന ഉറച്ച നിലപാടുമായാണ് BJP മുന്നോട്ട് പോകുന്നത്. ഈ സാഹചര്യങ്ങളൊക്കെയും വിലയിരുത്തിക്കൊണ്ട് ലഫ്റ്റനന്റ് ഗവർണർ എന്ത് റിപ്പോർട്ട് നൽകും തിങ്കളാഴ്ചയ്ക്ക് ശേഷം എന്നതായിരിക്കും ഇനി തലസ്ഥാനം ആര് ഭരിക്കും എന്ന കാര്യം തീരുമാനിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.